ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസാണ്. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത നമുക്ക് മുഖം മാത്രമല്ല ശരീരം മുഴുവനും ഒരേപോലെ നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഇതിന് മുന്നേ ഞാൻ കുറേ സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അതിലൊത്ത് പല ജ്യൂസുകളും പരീക്ഷിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ള ഒരുപാട് കമൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതും. ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിളും ഒരു ക്യാരറ്റുമാണ്. ക്യാരറ്റ് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. ആപ്പിളാണ് ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ആപ്പിളിന് പകരം ഓറഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. ആപ്പിളോ ഓറഞ്ചോ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലപ്പോൾ പറയുന്ന പോലെ തന്നെ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി വൃത്തിയായി കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഈ ക്യാരറ്റിൻ്റെ എല്ലാവിധ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മളെ സൗന്ദര്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ, അതുപോലെ ഫേസ് പാക്ക്, ഇതെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് വേണം ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് അടിഞ്ഞ് കിട്ടില്ല. അത് മാത്രമല്ല നമ്മുടെ മിക്സി കേടാവും. ഈ കട്ടിയുള്ളൊരു സാധനമാണല്ലോ ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സി കേടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആപ്പിളും ക്യാരറ്റും ഞാൻ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പാലിലിട്ടടിച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഇട്ടടിച്ചിട്ടും കുടിക്കാം കേട്ടോ. പക്ഷേ പഞ്ചസാര ചേർക്കാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മധുരം വേണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ഡയറക്റ്റ് ഇടുക. ഇല്ലയെന്നാണെങ്കിൽ അതൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആ വെള്ളം അടക്കം ഒഴിച്ച് അടിച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ ഈത്തപ്പഴം നമ്മളെ സൗന്ദര്യവർദ്ധനത്തിനും രക്തം വെക്കാനും എല്ലാം നല്ലതും തന്നെയാണ്. അപ്പോൾ മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈത്തപ്പഴം. അപ്പോൾ ഞാനിവിടെ പാലിലാണ് അടിച്ചെടുക്കുന്നത്. പാല് നിർബന്ധമില്ല, നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. പക്ഷേ വെള്ളത്തിൽ അടിച്ചെടുക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. വളരെ കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നമുക്ക് എന്താ പറയുക, ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും നീരാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. പാലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. വെള്ളമാണെങ്കിൽ നിങ്ങൾ അധികം ഒഴിക്കാൻ പാടില്ല. അത് അടിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അരിക്കാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കുടിക്കാവുന്നതാണ്. അപ്പോൾ മധുരത്തിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈത്തപ്പഴം ആഡ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ തേന് വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് വളരെ ഹെൽത്തിയുമാണ്. അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും നിറം വർദ്ധിക്കാനും ചർമ്മത്തിൽ വരുന്ന ചുളിവുകൾ ഇല്ലാണ്ടാവാനും എല്ലാം നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതെല്ലാം എല്ലാവരുടെ വീട്ടിൽ ഏകദേശം ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. ആപ്പിളാണ് അധികവും ഇല്ലാണ്ട് വെക്കുക. ആപ്പിൾ ഇല്ലാത്തവർക്ക് ഓറഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.